സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സ്വർഗസുഖം വളരെ ശ്രേഷ്ഠമായ ഒന്നാണെന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ആ സ്വർഗസുഖത്തെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ത്യജിച്ച ഒരു സന്യാസിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥയിൽ സന്യാസിമാർ പഴയകാലത്ത് ആചരിച്ചിരുന്ന ഒരു ജീവിത രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. കഥയുടെ പേരാണ് കിം സ്വർഗസുഖേന. സ്വർഗസുഖം കൊണ്ട് എന്ത്, അതായത് സ്വർഗസുഖം ഒന്നുമല്ല എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മുദ്ഗലഹ കശ്ചന മഹർഷി. മുദ്ഗലൻ ഒരു മഹർഷിയാണ്. ഉഞ്ചവൃത്തിയ ജീവതി സ്മഹസഹ. ഉഞ്ചവൃത്തി എന്ന് പറയുന്ന ഒരു ജീവിത രീതിയായിരുന്നു അദ്ദേഹം ആചരിച്ചിരുന്നത്. ഉഞ്ചവൃത്തി നാമ കൃഷികാണാം ക്ഷേത്രേഷു യാനി ധാന്യാനി പതിതാനി ഭവന്തി തേഷാം സംഗ്രഹതഃ ജീവനയാപന. അതായത് ഉഞ്ചവൃത്തി എന്താണെന്നാണ് ഇവിടെ വിവരിച്ചു പറയുന്നത്. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ കർഷകരുടെ കൃഷിഭൂമികളിൽ വീണ് കിടക്കുന്ന ധാന്യങ്ങളെ ഒന്നിച്ച് അവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ജീവിതം കഴിക്കുക. അങ്ങനെ ജീവിതം കഴിക്കുന്ന രീതിക്കാണ് ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്. അതായത് ഈ കൃഷി ചെയ്ത ഭൂമിയില് ആ വിളവിന്റെ സമയത്ത് വിളവെടുത്ത് കഴിയുമ്പോൾ, കൊയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് കറ്റകളൊക്കെ ഇങ്ങനെ നിപ്പുണ്ടാവും. അതുപോലെ കുറെ കറ്റകളൊക്കെ താഴത്തൊക്കെ വീണ് കിടപ്പുണ്ടാവും. അപ്പൊ ഇവയെ എല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ട് അവയിൽ നിന്ന് ധാന്യങ്ങൾ എടുത്തിട്ട് ആ ധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ട് അതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന രീതിയാണ് ഈ ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ജീവിതം, ഉഞ്ചവൃത്തി കൊണ്ട് ജീവിതം നയിച്ചിരുന്ന ഒരു സന്യാസിയുടെ കഥയാണ് ഇപ്പോൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഏവം ഉഞ്ചവൃത്യാ പ്രാപ്ത ധാന്യാത് സഹ അതിഥീനാം സത്കാരം കരോതി സ്മ. സഹ എന്ന് പറയുന്നത് മുഗ്ദലഹ എന്ന മഹർഷി. ഈ വിധം കിട്ടുന്ന ധാന്യങ്ങളിൽ നിന്ന് അദ്ദേഹം വിരുന്നുകാരെ സൽക്കരിക്കുമായിരുന്നു. വിരുന്നുകാരുടെ സൽക്കാരം ഈ ധാന്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഉഞ്ചവൃത്യാ ധാന്യം ന ലബ്ധം ചേത് പരിശ്രമേണ വാ സമ്പാദ്യ അതിഥീൻ സത്കരോതി സ്മ സഹ. ഉഞ്ചവൃത്തിയിൽ നിന്ന് ധാന്യങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിശ്രമത്തിലൂടെ ധാന്യങ്ങൾ സമ്പാദിച്ചിട്ട് ആ ധാന്യങ്ങൾ കൊണ്ട് അതിഥികളെ അദ്ദേഹം സത്കരിച്ചിരുന്നു. ദുർവാസ മുഗ്ദലസ്യ ചിത്തവൃത്തേഹെ പരീക്ഷാം കർത്തും ഇച്ഛൻ ഷഡ്വാരം മുഗ്ദലസ്യ ആശ്രമം ആഗതവാൻ. ദുർവാസാവ് മഹർഷി മുഗ്ദലന്റെ മനോഗതിയെ പരീക്ഷിക്കുവാനുള്ള ആഗ്രഹത്തോടെ 6 പ്രാവശ്യം മുഗ്ദലന്റെ ആശ്രമത്തിലേക്ക് വന്നു. തേഷു സർവേഷു സന്ദർഭേഷു മുഗ്ദലസ്യ ഏവ ജയഃ അഭവത്. ഈ 6 പ്രാവശ്യവും മഹർഷി പല പരീക്ഷകളും മുഗ്ദലനിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ പരീക്ഷകളിലെല്ലാം മുഗ്ദലൻ ജയിച്ചു.
യേഷാ വാർത്ത ദേവൈഹി ജ്ഞാത. ഈ വിവരം ദേവന്മാരാൽ അറിയപ്പെട്ടു. സന്തുഷ്ടഹത്തെ മുദ്ഗലം സ്വർഗം പ്രതി ആനേതും വിമാനം പ്രേഷിതവന്തഃ. സന്തുഷ്ടരായ അവർ, അതായത് സന്തുഷ്ടരായ ദേവന്മാർ, മുദ്ഗലനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വിമാനത്തെ അയച്ചു. സ്വർഗം പ്രതി നേതും ആഗതാൻ ദേവദൂതാൻ പൃഷ്ടവാൻ മുദ്ഗലഃ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനായി വന്നിട്ടുള്ള ദേവദൂതന്മാരോട് മുദ്ഗലൻ ചോദിച്ചു, സ്വർഗേ കിം അസ്തി ഇത്, സ്വർഗത്തിൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ സ്വർഗത്തിൽ എന്താണെന്ന് മുദ്ഗലൻ ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം ദേവദൂതന്മാര് പറയുന്നതാണ്. കിം അസ്തി ഇത്, എന്തുണ്ടെന്ന്. സകലാനി ഭോഗഭാഗ്യാനി തത്രൈവ സന്ധി, എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അല്പവൃക്ഷ കാമധേനു ച സ്വർഗേ ഏവ സ്ഥഃ. കൽപ്പവൃക്ഷം, കാമധേനു ഇതെല്ലാം സ്വർഗത്തിലുണ്ട്. അത്ര ഭവതാ യഥാ ഉഞ്ചവൃത്തി ക്രിയതേ തഥാ തത്ര കരണീയം നാസ്തിയവ. ഇവിടെ താങ്കൾ ഏതു വിധത്തിൽ ഉഞ്ചവൃത്തി ചെയ്യുന്നുവോ അതുപോലെ അവിടെ ചെയ്യേണ്ടതില്ല തന്നെ. ദേഹശ്രമ കരണീയ ഏവ നാസ്തി, ശരീരം കൊണ്ടും ജോലിയൊന്നും ചെയ്യേണ്ടതില്ല. കേവലം സ്വർഗസുഖം അനുഭൂയതേ തത്ര ഇത് ഉക്തവന്തഃ ദേവദൂതഃ. അവിടെ സ്വർഗസുഖത്തെ അനുഭവിച്ചാൽ മാത്രം മതി എന്ന് ദേവദൂതന്മാർ പറഞ്ഞു. തഥാ മുദ്ഗലഃ ദൃഢസ്വരേണ ഉക്തവാൻ. അപ്പോൾ ആ സമയത്ത് മുദ്ഗലൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സ്വർഗേ പരിശ്രമസ്യ അവകാശഃ ഏവ നാസ്തി വാ. സ്വർഗത്തിൽ പരിശ്രമത്തിന്റെ ആവശ്യം തന്നെ ഇല്ല അല്ലേ? തർഹി ഭവതാ സ്വർഗഃ മാസ്തു മമ, എങ്കിൽ താങ്കളുടെ സ്വർഗം എനിക്കുള്ളതല്ല. അഹം അത്രൈവ തിഷ്ഠാമി, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം. പരിശ്രമാത് യഹ ആനന്ദഃ പ്രാപ്യതേ സഹ സ്വർഗസുഖാത് അവിശ്രേഷ്ഠതരഃ ഇതി. പരിശ്രമത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം സ്വർഗസുഖത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തെക്കാൾ മഹത്തരമാണ് എന്ന് മുദ്ഗലഃ ദേവദൂതന്മാരോട് പറഞ്ഞു. അപ്പോൾ മുദ്ഗലൻ ദേവദൂതന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോയില്ല. മുദ്ഗലന് സ്വർഗസുഖം വേണ്ട എന്നാണ് മുദ്ഗലൻ തീരുമാനിച്ചത് എന്നാണ് ഈ കഥ നമ്മളോട് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗത്തിന്റെ വ്യാകരണാംശം ഒന്ന് നോക്കാം. കിം മകാരാന്തഃ നപുംസകലിംഗഃ കിം സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. സ്വർഗസുഖേന കാരാന്തഃ നപുംസകലിംഗഃ സ്വർഗസുഖ ശബ്ദഃ തൃതീയാ വിഭക്തിഃ ഏകവചനം. മുദ്ഗലഃ അകാരാന്തഃ പുല്ലിംഗഃ മുദ്ഗല ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ഉഞ്ചവൃത്തിഃ ഇകാരാന്തഃ സ്ത്രീലിംഗഃ ഉഞ്ചവൃത്തി ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. നാമ നകാരാന്തഃ നപുംസകലിംഗഃ നാമൻ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. കൃഷികാണാം അകാരാന്തഃ പുല്ലിംഗഃ കൃഷിക ശബ്ദഃ ഷഷ്ഠീ വിഭക്തിഃ ബഹുവചനം. ക്ഷേത്രേഷു അകാരാന്തഃ നപുംസകലിംഗഃ ക്ഷേത്ര ശബ്ദഃ സപ്തമീ വിഭക്തിഃ ബഹുവചനം. യാനി ദകാരാന്തഃ നപുംസകലിംഗഃ യദ് സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ബഹുവചനം. ധാന്യാനി അകാരാന്തഃ നപുംസകലിംഗഃ ധാന്യ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ബഹുവചനം. പതിതാനി അകാരാന്തഃ നപുംസകലിംഗഃ പതിത ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ബഹുവചനം. ഭവന്തി ഭൂധാതുഃ ലട്ട് ലകാരഃ പ്രഥമ പുരുഷ ബഹുവചനം. തേഷാം ദകാരാന്തഃ
നപുംസകലിംഗഃ തദ് സർവനാമശബ്ദഃ ഷഷ്ഠീവിഭക്തിഃ ബഹുവചനം. സംഗ്രഹതഃ അകാരാന്തഃ പുല്ലിംഗഃ സംഗ്രഹശബ്ദഃ തസിൽ പ്രത്യാന്ത രൂപമാണ് പഞ്ചമി വിഭക്തി അർത്ഥത്തിലുള്ളത്. ജീവനയാപനം അകാരാന്തഃ നപുംസകലിംഗഃ ജീവനയാപന ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. ഏവം അവ്യയം ഉഞ്ചവൃത്യാ ഇകാരാന്തഃ സ്ത്രീലിംഗഃ ഉഞ്ചവൃത്തി ശബ്ദഃ തൃതീയ വിഭക്തിഃ ഏകവചനം. പ്രാപ്താദ് അകാരാന്തഃ നപുംസകലിംഗഃ പ്രാപ്തശബ്ദഃ പഞ്ചമി വിഭക്തിഃ ഏകവചനം. ധാന്യാദ് അകാരാന്തഃ പുല്ലിംഗഃ ധാന്യശബ്ദഃ പഞ്ചമി വിഭക്തിഃ ഏകവചനം. സഹ ദകാരാന്തഃ പുല്ലിംഗഃ തദ് സർവനാമശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. അതിഥീനാം ഇകാരാന്തഃ പുല്ലിംഗഃ അതിഥി ശബ്ദഃ ഷഷ്ഠീ വിഭക്തിഃ ബഹുവചനം. സത്കാരം അകാരാന്തഃ പുല്ലിംഗഃ സത്കാര ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. കരോതി കൃ ധാതുഃ ലട്ട് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. സ്മ അവ്യയം ധാന്യം അകാരാന്തഃ നപുംസകലിംഗഃ ധാന്യശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ന അവ്യയം ലബ്ധം അകാരാന്തഃ നപുംസകലിംഗഃ ലബ്ധശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ചേത് അവ്യയം പരിശ്രമേണ അകാരാന്തഃ പുല്ലിംഗഃ പരിശ്രമശബ്ദഃ തൃതീയ വിഭക്തിഃ ഏകവചനം. വാ അവ്യയം സമ്പാദ്യ സം ഉപസർഗഃ പദ് ധാതുഃ നിജന്തരൂപം ലബന്ധം അവ്യയം. അതിഥീൻ ഇകാരാന്തഃ പുല്ലിംഗഃ അതിഥി ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ബഹുവചനം. സത്കരോതി സത്ത് ഗതിയാണ് ഉപസർഗ തുല്യമായ ഗതി ശബ്ദമാണ് സത്ത്. കൃ ധാതുഃ ലട്ട് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. ദുർവാസാഹ സകാരാന്തഃ പുല്ലിംഗഃ ദുർവാസ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. മുദ്ഗലസ്യ അകാരാന്തഃ പുല്ലിംഗഃ മുദ്ഗല ശബ്ദഃ ഷഷ്ഠീ വിഭക്തിഃ ഏകവചനം. ചിത്തവൃത്തേഃ ഇകാരാന്തഃ പുല്ലിംഗഃ ചിത്തവൃത്തി ശബ്ദഃ ഷഷ്ഠീ വിഭക്തിഃ ഏകവചനം. പരീക്ഷാം ആകാരാന്തഃ സ്ത്രീലിംഗഃ പരീക്ഷാ ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. കർത്തും കൃ ധാതുഃ കൃതന്തരൂപം തുമുന്നന്തം അവ്യയം. ഇച്ഛൻ ഇഷ് ധാതുഃ കൃതന്തഃ ശബ്ദന്തം ഇച്ഛത് ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ഷഡ്വാരം അകാരാന്തഃ നപുംസകലിംഗഃ ഷഡ്വാര ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ആശ്രമം അകാരാന്തഃ പുല്ലിംഗഃ ആശ്രമ ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. ആഗതവാൻ ആങ് ഉപസർഗഃ ഗം ധാതുഃ കൃതന്തഃ ഷപതു പ്രത്യയഃ ആഗതവത് ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. തേഷു ദകാരാന്തഃ പുല്ലിംഗഃ തദ് സർവനാമശബ്ദഃ സപ്തമി വിഭക്തിഃ ബഹുവചനം. സർവേഷു അകാരാന്തഃ പുല്ലിംഗഃ സർവനാമശബ്ദഃ സപ്തമി വിഭക്തിഃ ബഹുവചനം. സന്ദർഭേഷു അകാരാന്തഃ പുല്ലിംഗഃ സന്ദർഭശബ്ദഃ സപ്തമി വിഭക്തിഃ ബഹുവചനം. ഏവ അവ്യയം ജയഃ അകാരാന്തഃ പുല്ലിംഗഃ ജയശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. അഭവത് ഭൂധാതുഃ ലങ് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ മറ്റൊരു കഥയുമായിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം.